ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് കയറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യുന്ന ചെയിൻ സ്പോക്കറ്റിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ഹാൻഡിൽ വെട്ടൽ പറഞ്ഞിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ബൾബ് ചെക്കപ്പ്, ഫ്യൂൽ മീറ്റർ ചെക്കപ്പ്, സൈഡ് സ്റ്റാൻഡ് ചെക്കപ്പ്, ഫുഡ് ട്രസ്റ്റ് ചെക്കപ്പ്, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ മിറർ ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, അത് ലൂസായി കിടക്കുന്നുണ്ട്. പിന്നെ ടാങ്ക് ബാഗ് ഫിറ്റ് ചെയ്യുക, ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ, ഇഞ്ചിൻ ബുഷ്, സീറ്റ് കവർ, ഇതൊക്കെയാണ് പറഞ്ഞാണ് വർക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ ഹാൻഡിൽ ബാർ ഓൾറെഡി ബെൻഡായിട്ടുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ബ്രേക്കിൻ്റെ ലിവർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആണ്. പിന്നെ സൈഡ് സ്റ്റാൻഡ് ചെക്കപ്പ് പറഞ്ഞത് ഫുഡ് ട്രസ്റ്റ് പോയി ഇടിച്ചിട്ട് ഫുഡ് ട്രസ്റ്റ് ബാറ് ബെൻഡായി പോയേക്കാണ്. അപ്പോൾ അത്രയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയപ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റിന് എന്തോ കിട്ടിയിട്ടുണ്ട് ഈ സൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡ് ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട്. ബാക്കിയത്തെ എല്ലാ ഭാഗവും ശ്രദ്ധിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ ആയിട്ടാണ് വന്നത്. ഈ സൈഡ് മാത്രം കറക്റ്റായിട്ട് പിടിക്കുന്നില്ല അതിനകത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ചെറിയൊരു കളർ ഷെയ്ഡ് കാര്യങ്ങൾ ഇതിനകത്ത് വന്നേക്കണേ. അപ്പോൾ അത് മെയിനായിട്ട് വന്നേക്കണ പ്രോബ്ലം എന്ന് വെച്ചാൽ ഡിസ്ക് പ്ലേറ്റ് മീഡിയ ഇട്ടിട്ട് അത് ചെറുതായിട്ടൊന്ന് ബെൻഡായേക്കണാണ്. അപ്പോൾ ശരിക്കും ഈ പ്ലേറ്റിൻ്റെ കേസ് നമുക്ക് ലെവലിലും നടക്കില്ല. പ്ലേറ്റ് മാറ്റി പുതിയതിടാനാണ് പറ്റുള്ളൂ. എന്നാലാണ് ബ്രേക്കിൻ്റെ കേസ് ഓക്കെ ആവുള്ളൂ. പിന്നെ അത് കൂടാതെ കൊണ്ട് ബ്രേക്ക് ചെറിയൊരു കല്ല് പോലെ കാണിക്കുന്നുണ്ട്. ബ്രേക്ക് അത്രയും സ്മൂത്ത് അല്ല. ചില സമയങ്ങളിൽ ഒരുപാട് ഒരു റഫ്നെസ് പോലെ കാണിക്കുന്നുണ്ട്. അത് ഈ MCയുടെ ഉള്ളിൽ അതിൻ്റെ റിപ്പയർ കിറ്റ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പിസ്റ്റൺ യൂണിറ്റ് ഉണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി തുടങ്ങിയേക്കണതാണ്. ഈ ബ്രേക്കിൻ്റെ പ്ലേറ്റ് യൂണിറ്റ് നമ്മൾ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാറ്റിയാലാണ് ആ ബ്രേക്കിൻ്റെ ഇത് ക്ലിയർ ആവുള്ളൂ. മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി അഴിക്കേണ്ടി വരും. അതും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ MC സബ് അസംബ്ലി കൂടി മാറ്റി റീസെറ്റ് ആക്കുക. അപ്പോഴാണ് ആ ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ ഹാൻഡിൽ ബാർ ബെൻഡ് ഉണ്ട്, എൻഡ് ബുഷ് പൊടിഞ്ഞു പോയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ ലിവറിനൊക്കെ ചെറിയ വരച്ചിലുണ്ട്, അത് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ ആക്സിലേറ്റർ കേബിൾ ഉണ്ടല്ലോ, ആക്സിലേറ്റർ കേബിൾ തുരുമ്പിട്ട് ടൈറ്റ് ആയേക്കാണ്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ സർവീസിനോട് ബന്ധിച്ച വർക്കുകളാണ്. നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്ക് വീൽ നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രേക്കിൻ്റെ ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിടാവുന്നുള്ളൂ. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ക്യാമിൻ്റെ ഷാഫ്റ്റൊക്കെ ഒന്ന് അഴിച്ചിട്ട് നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ആണ്. അത് ഓൾറെഡി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, മാർനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റും അതിൻ്റെ വീലിൻ്റെ ഉള്ളിൽ നിന്ന് ഡാമ്പർ റബ്ബർ സെറ്റ് കൂടി നമുക്ക് മാറ്റിയിടണം കേട്ടോ. പിന്നെ ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.85 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ അതിൽ 9.37. നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. മാക്സിമം നമുക്ക് ഉപയോഗിക്കാം. ഫുഡ് ട്രസ്റ്റ് ബാറിൻ്റെ കേസ് പറഞ്ഞല്ലോ. ഫുഡ് ട്രസ്റ്റ് ബാർ ഇവിടെ നിന്ന് ബെൻഡായി പോയേക്കണതാണ്. ഇത് പിടിപ്പിച്ചേക്കണത് എൻജിൻ കേസുമെയാണ്. എൻജിൻ കേസുമേ 4 ബോൾട്ട് ഇട്ടാണ് പിടിപ്പിച്ചത്. അത് നമുക്ക് ഒരുപാട് അതുമിട്ട് ബലം പിടിക്കൽ നടക്കില്ല. തന്നെയല്ല അത് അങ്ങനെ ക്ലിയർ ചെയ്താലും ചൊവ്വാനും പോണില്ല. അപ്പോൾ നമുക്ക് ഈ ബാർ അസംബ്ലി ഉണ്ടല്ലോ, ഈ ഫുഡ് ട്രസ്റ്റ് ബാർ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് മാറ്റണമായിരിക്കും ബെറ്റർ. ഞാൻ അതൊന്ന് അന്വേഷിച്ച് നോക്കാം. കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലോക്കൽ എവിടെയും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് മാറ്റാം. അതല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടിട്ട് ആയിട്ട് അറേഞ്ച് ചെയ്ത് തരാം. വന്ന സമയത്ത് അഴിച്ച് മാറ്റിയാൽ മതി. അതൊരു 10 മിനിറ്റ് മാറ്റാവുന്ന കേസുള്ളൂ കേട്ടോ. അത് അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം ഇതുമ്പോൾ നമ്മളങ്ങനെ മുട്ട എന്ത് ചെയ്താലും എഞ്ചിൻ കേസിൻ്റെ അടിഭാഗം പൊട്ടിപ്പോവും. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. പിന്നെ മിററൊക്കെ ലൂസായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.